തിരുവനന്തപുരത്തെ നേമം, അവിടെയാണ് ബിൻസിയും സുനിലും താമസിക്കുന്നത്. 10ഉം 7ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും ഉണ്ട് ഇവർക്ക്. സുനിലിൻ്റെ പുന്നമൂട്ടിലെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. അമ്മായിയമ്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വന്നതോടെ ബിൻസിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ സുനിലാണെങ്കിൽ തടിവെട്ട് പണിക്കൊക്കെ പോകുന്ന ആളാണ്. കയ്യിലിരിപ്പാണെങ്കിൽ വളരെ മോശം. സ്ഥിരം മദ്യപാനിയാണ് അയാൾ. നാട്ടുകാർ പറയുന്നത് കഞ്ചാവും വലിക്കുമെന്നാണ്. എന്തായാലും ബിൻസിക്ക് അമ്മായിയമ്മയും ഭർത്താവും ആകെ തലവേദന കേസാവുകയാണ്. എന്തോ ഒരു പൊട്ട ഭാഗ്യത്തിന് അമ്മയുടെ സൈഡ് മാത്രം കേട്ടിരുന്ന സുനിൽ നേമത്തോട്ട് ഒരു വാടക വീടെടുത്ത് ഭാര്യയും മക്കളെയും കൊണ്ട് താമസം മാറി. ബിൻസി വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ്. ഇവരിപ്പോൾ ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ജോലിയൊന്നും ഇല്ലാതിരുന്ന ബിൻസിക്ക് ഒരു വരുമാന മാർഗം സ്വന്തമായിട്ട് കിട്ടിയേ മതിയാകൂ എന്നൊരവസ്ഥയാണ്. കാരണം സുനിൽ കിട്ടുന്നതിൻ്റെ പാതിയും വെള്ളമൊടിച്ച് തീർക്കും. ഇത് ബിൻസിയുടെയും കുട്ടികളുടെയും കാര്യം ആകെ പരിങ്ങലിലാക്കി. ബിൻസിക്കാണെങ്കിൽ അത്യാവശ്യം പഠിത്തമൊക്കെയുണ്ട്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റിൽ ജോലിക്ക് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയുണ്ട്. പക്ഷേ ജോലി ഒന്നും ഒത്തുവന്നില്ല. ഒടുവിൽ അടുത്തുള്ളവരുടെ ശുപാർശയിലൊക്കെ ബിൻസിക്ക് ഹരിതകർമ്മ സേനയിൽ ജോലി കിട്ടുകയാണ്. സുനിൽ പോകാനും പറഞ്ഞില്ല, പോകണ്ട എന്നും പറഞ്ഞില്ല. പൈസ കിട്ടുമല്ലോ എന്ന് കരുതി ആയിരിക്കും അയാൾ സൈലൻ്റായിരുന്നു. ബിൻസിക്ക് സുനിലിനെ മൊത്തത്തിൽ പേടിയായിരുന്നു. അയാൾ മദ്യപിച്ചാലും ഇല്ലെങ്കിലും ചൂടനാണ്. മദ്യപിച്ചാൽ ബിൻസിയും മക്കളെ ഒക്കെ നിസ്സാര കാര്യത്തിന് പോലും എടുത്തിട്ട് തല്ലും. അതുകൊണ്ട് തന്നെ ബിൻസിക്ക് ഭർത്താവിനൊപ്പം കിടന്നുറങ്ങാൻ പോലും പേടിയാണ്. ഈ പെൺകുട്ടി മക്കൾക്കൊപ്പമാണ് കിടക്കുന്നത് പോലും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഈ കുടുംബം ഉറങ്ങാൻ കിടക്കുകയാണ്. സുനിൽ അടിച്ച് ഫിറ്റായിട്ട് കട്ടിൽ കിടന്നുറങ്ങുകയാണ്. കട്ടിലിന് താഴെ പായും വിരിച്ചാണ് ബിൻസിയും മക്കളും കിടക്കുന്നത്. അർദ്ധരാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായപ്പോഴാണ് ഉറക്കത്തിനിടയിൽ സുനിൽ പെട്ടെന്നുണർന്നത്. കണ്ണു തുറന്ന് അയാൾ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ താഴോട്ട് വെറുതെ ഒന്ന് നോക്കി. അപ്പോഴാണ് അയാൾ അത് കാണുന്നത്. അതോടെ അയാൾക്ക് പരിസരബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും തമാശയ്ക്ക് പോലും അവർ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. എന്താണ് ആ വീട്ടിൽ അന്ന് സംഭവിച്ചത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഇവർ തമ്മിലുള്ള കല്യാണം അറേഞ്ച്ഡ് തന്നെയായിരുന്നു. സുനിൽ ബിൻസിയെ കെട്ടുന്നതിനൊക്കെ മുന്നേ മദ്യപാനിയായിരുന്നു. ഇയാളുടെ ആലോചന വന്ന സമയത്ത് ഇയാളെ കണ്ടാൽ നല്ല ഒരു വിനീതനായ ചെറുപ്പക്കാരനെ പോലെയാണ് ഇരുന്നത്. കണ്ട മാത്രമേ തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. ബിൻസിക്ക് അച്ഛൻ കുഞ്ഞിലേ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അമ്മ മിനിയാണ് നോക്കിയിരുന്നത്. മിനിക്ക് ബിൻസിയെ കൂടാതെ ഒരു മകളും കൂടെയുണ്ട്. 2 പെൺകുട്ടികളിൽ മൂത്തവളാണ് ഈ ബിൻസി. മിനി സുനിലിനെ പറ്റി അയാളുടെ താമസ സ്ഥലമായ പുന്നമൂട്ടിലൊക്കെ വന്ന് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇയാൾ സ്ഥിര മദ്യപാനിയാണെന്ന് ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇവനെപ്പോലെ നല്ല ഒരുത്തൻ ഈ ഇട്ടാവട്ടത്തില്ല എന്ന രീതിയിലാണ് പാവം മിനിയോട് ആ നാട്ടിലെ ആൾക്കാരൊക്കെ സുനിലിനെ പറ്റി പറഞ്ഞു കൊടുത്തത്. ആ ഒരു വിശ്വാസത്തിൽ മിനി ഈ ബന്ധം അങ്ങ് നടത്തി. തുടക്കത്തിലെ ബിൻസിക്ക് സുനിൽ മദ്യപാനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി ബിൻസിയും മിനിയൊക്കെ മിണ്ടാതിരുന്നു. എന്നാൽ മൂത്ത കുട്ടിയെ ഗർഭിണിയായി 7 മാസമായപ്പോഴേക്കും സുനിൽ അവൻ്റെ എല്ലാ അഭ്യാസവും പുറത്തെടുത്തു. അമ്മയ്ക്കൊപ്പം ചേർന്ന് ബിൻസിയെ കഷ്ടപ്പെടുത്തി. പോരാത്തതിന് മർദ്ദനവും. പല പ്രാവശ്യം മിനി ബന്ധുക്കൾക്കൊപ്പം സുനിലിൻ്റെ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഓട്ടമായിരുന്നു. അങ്ങനെ 2 മക്കളുമായി. പ്രശ്നങ്ങൾ ഗുരുതരമായതോടെ രണ്ടും 2 വഴിക്കാവുമെന്ന് ഉറപ്പായി. സുനിൽ തന്നെ ഒടുവിൽ ഭാര്യയും മക്കളെയും നേമത്ത് വാടക വീടെടുത്ത് കൊണ്ടുപോവുകയാണ്. ആ വീട്ടിൽ പോയ ശേഷമാണ് ബിൻസിക്ക് ഹരിതകർമ്മ സേനയിലൊക്കെ ജോലി ശരിയായത്. അതുവരെയും മദ്യപിച്ചു കൊണ്ടുള്ള പ്രശ്നങ്ങളെ ഈ സുനിലിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സുനിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും തല്ലുന്നതെല്ലാം ബിൻസിയെ സംശയിച്ചായിരുന്നു. ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ഭാര്യയ്ക്ക് പുതിയ ബന്ധങ്ങളുണ്ടെന്ന സംശയം അയാളിൽ ഇങ്ങനെ കൂടാൻ തുടങ്ങി. മിക്ക ദിവസവും ആ വീട്ടിൽ നിന്നും അടിയും വഴക്കുമൊക്കെയാണ് നാട്ടുകാർക്ക് കേൾക്കാൻ കഴിയുന്നത്. ബിൻസിയെ മാത്രമല്ല പിള്ളേരെയും അവൻ ക്രൂരമായി മർദ്ദിക്കും.
ആ ഇടയ്ക്കാണ് ബിൻസി ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നത്. സുനിലാണെങ്കിൽ ഫോണില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഉണ്ടായിരുന്ന ഫോണൊക്കെ പൊട്ടിപ്പോയി. എന്നാൽ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ഫോണും, അതും ഇപ്പോൾ ഒന്നല്ല 2 ഫോണുണ്ട്. ഒന്ന് സെക്കൻഡ് ഹാൻഡ് ഫോണ് കുട്ടികൾക്ക് ഗെയിം കളിക്കാനായിട്ട് ബിൻസി ഒന്ന് വാങ്ങിക്കൊടുത്തു. ഒരെണ്ണം ബിൻസിയും ഉപയോഗിച്ചു. സുനിൽ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിയന്ത്രണം വിട്ട അവസ്ഥയിലായി. ഹരിതകർമ്മസേനയിൽ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ ബിൻസിയെ വൈകുന്നേരമോ രാത്രിയൊക്കെ വിളിക്കും. ഇത് സുനിൽ കണ്ടത് രഹസ്യക്കാരനായിരിക്കും ഇവളെ വിളിക്കുന്നത് എന്ന രീതിയിലാണ്. ഒരു ദിവസം അയാൾ പിള്ളേരുടെ കയ്യിലിരുന്ന ആ ഫോൺ അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ജോലി കഴിഞ്ഞ് മദ്യപിച്ച് വന്നാൽ സുനിൽ ബിൻസിയോട് ചോദിക്കുന്നത് ഫോൺ ഇങ്ങ് താ എന്നാണ്. ആ ഫോണ് വാങ്ങി അതിൽ പാട്ട് കേട്ടിരിക്കാനാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം ആ സമയം ആ ഫോണിൽ ആര് വിളിച്ചാലും ഇത് സുനിലിൻ്റെ കൈവശമാണ്. അതും പറഞ്ഞിട്ട് ആകും പിന്നെ ആ ദിവസത്തെ ലഹള. ഒടുവിൽ ബിൻസി ഫോൺ തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. എത്ര അടിയും വഴക്കും ഉണ്ടായിട്ടും സുനിലിന് ബിൻസിയുടെ ഫോൺ തൊടാനോ അത് നശിപ്പിക്കാനോ ഒന്നും ഇപ്പോൾ കഴിയുന്നില്ല. ഇത് അയാളിൽ ഭാര്യയോട് കടുത്ത പകയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കിടയിൽ പ്രശ്നം രൂക്ഷമായി തന്നെ തുടർന്നു. 5 വർഷമായി ഇവരിപ്പോൾ ഈ വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഇതിൽ 4 വർഷത്തോളം ബിൻസിയും സുനിലും ഒരു മുറിയിൽ 2 ഇടത്താണ് കിടപ്പ്. ഭാര്യയും ഭർത്താവും 4 വർഷങ്ങൾ കൊണ്ട് 2 ഇടത്താണ് കിടപ്പെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ഇടയിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന്. ബിൻസി എത്ര പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിയാലും അതൊന്നും വക വയ്ക്കാതെ ജോലിയും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയി. ഇതിൻ്റെ ഇടയിൽ നേമം പോലീസ് സ്റ്റേഷനിൽ സുനിലിൻ്റെ മർദ്ദനം സഹിക്ക വയ്യാതെ ബിൻസി അമ്മയുമായിട്ട് ചെന്ന് പരാതിയൊക്കെ കൊടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോഴാണ് വിന ബിൻസിയെ തേടി എത്തുന്നത്. അതും അയൽവാസിയുടെ രൂപത്തിൽ. ഇവരുടെ വീടിനടുത്ത് പുതിയ ഒരു ഫാമിലി വാടകയ്ക്ക് താമസിക്കാൻ എത്തി. ഭാര്യയും ഭർത്താവും 3 മക്കളും അടങ്ങിയ ഒരു കുടുംബം. ഈ 3 പിള്ളേരും ബിൻസിയുടെ 2 മക്കളും തമ്മിൽ പെട്ടെന്ന് ചങ്ങാത്തത്തിലാവുകയാണ്. പിള്ളേരുടെ ചങ്ങാത്തം വഴി ബിൻസിയും ആ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലായി. സാധാ ഒരു അയലോക്ക ബന്ധത്തിലപ്പുറം അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആ 3 കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസം ബിൻസിയുടെ വീട്ടിലേക്ക് വരും. ഇവിടുത്തെ കുട്ടികളുമായിട്ട് കളിക്കാനൊക്കെയാണ് വരുന്നത്. തിരിച്ച് ഈ കുട്ടികൾ ചില സമയത്ത് അങ്ങോട്ടും കളിക്കാൻ പോകും. കുട്ടികളല്ലേ, അവർക്ക് എന്തറിയാം. പക്ഷേ സുനിലിൻ്റെ സംശയഭ്രാന്ത് പിന്നീട് ആ 3 കുട്ടികളുടെ അച്ഛനെയും തൻ്റെ ഭാര്യയായ ബിൻസിയെയും കൂട്ടി വായിച്ചുകൊണ്ടായിരുന്നു. അയാളെ ഉറപ്പിക്കുകയാണ് ഇത് ഇവളുടെ ജാരൻ തന്നെ, സംശയം ഒന്നുമില്ല. പിന്നെ ബിൻസിയെ ആര് ഫോണിൽ വിളിച്ചാലും അയാൾ അയൽവാസിയുമായി ചേർത്താണ് പറയുന്നത്. സ്വന്തം കുട്ടികളോട് പോലും സുനിൽ ഒരു സമയത്ത് പറയുകയാണ് അപ്പുറത്തുള്ളവനാണ് നിൻ്റെയൊക്കെ അച്ഛനെന്ന്. ബിൻസിയും സുനിലും പിന്നെ വഴക്ക് കൂടുന്നത് അത്രയും ഈ അയൽവാസിയായ ചെറുപ്പക്കാരൻ്റെ പേരും പറഞ്ഞാണ്. 2025 ഓഗസ്റ്റ് 11 സുനിൽ വൈകുന്നേരം ആയപ്പോൾ വീടെത്തുകയാണ്. പിള്ളേർ അച്ഛനെ കണ്ടതും അകത്ത മുറിയിൽ പോയി ഒതുങ്ങിയിരിക്കുകയാണ്. അച്ഛൻ വെള്ളം അടിച്ചുകൊണ്ട് വന്നതാണെന്ന് കരുതിയാണ് പാവം കുട്ടികൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷേ സുനിൽ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. നല്ല നോർമലായിട്ടാണ് വീട്ടിൽ അയാൾ വരുന്നത്. വീട്ടിൽ വന്ന അയാൾ ബിൻസിയോട് ഒരു ബന്ധു മരിച്ചെന്നും അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്നും പറയുന്നു. ബിൻസി ആദ്യം ഒന്ന് മടിച്ചെങ്കിലും, കാരണം ഇവർ തമ്മിൽ അത്ര അകലത്തിലാണ്, പക്ഷെ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഒരു തുള്ളി പോലും മദ്യപിക്കാത്തത് കൊണ്ട് അയാളെ അവൾ വിശ്വസിച്ചു. സുനിലിന് ഒരു പഴയ സ്കൂട്ടറൊക്കെ ഉണ്ട്. അയാളും ബിൻസിയും കൂടി അതിൽ കയറി മരണ വീട്ടിലും പോയി. സംഭവം സത്യമായിരുന്നു, അതൊന്നും അയാൾ കള്ളത്തരം കാണിച്ചിട്ടില്ല. മരണ വീട്ടിലൊക്കെ ഇരുന്ന ശേഷം ഇവർ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീടെത്തിയ ശേഷം സുനിൽ ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തു പോയ അയാൾ 8 മണിയോടെ തിരിച്ച് വീടെത്തി, നല്ല പൂസായിട്ട്. വീണ്ടും ചങ്കരൻ തെങ്ങി തന്നെ എന്ന് പറയുന്ന പോലെ അയൽവാസിയുടെ പേരും പറഞ്ഞ് സുനിലും ബിൻസിയും തമ്മിൽ അങ്ങോട്ട് വഴക്കായി. വഴക്കും ബഹളവും എല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും മക്കളും പഴയതുപോലെ ഉറങ്ങാൻ കിടക്കുകയാണ്. അച്ഛൻ കട്ടിലിലും അമ്മയും മക്കളും തറയിൽ പായും വിരിച്ചാണ് കിടപ്പ്. എന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെ. സുനിൽ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടിലാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അയാൾ നല്ല ഉറക്കത്തിലായി. പക്ഷേ മക്കൾക്കൊപ്പം കിടന്ന ബിൻസിക്ക് മാത്രം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല.
മനപ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും അവൾക്ക് ഉറക്കം വരാത്തത്. കാരണം നല്ല രീതിയിൽ വൈകുന്നേരം മരണ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് പോയതല്ലേ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് അവൾ ആശിച്ചു കാണും. എന്നാൽ വീണ്ടും എല്ലാം പഴയതുപോലെ തന്നെയായി. ബിൻസി ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒടുവിൽ ഫോണും എടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഹാളിലോട്ട് പോയിരുന്നു. അവിടെ ഇരുന്ന് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിൻസി. ഈ സമയം എങ്ങനെയോ അയാൾ ഉറക്കം വിട്ട് എഴുന്നേറ്റു. കണ്ണു തുറക്കുകയാണ്. നേരെ കട്ടിലിന് താഴോട്ടെത്തി നോക്കിയപ്പോൾ കാണുന്നത് ഭാര്യയെ തട്ടാനുള്ള മരം വെട്ടാൻ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയൊക്കെ തലങ്ങണിക്കടിയിൽ വച്ചാണ് ഉറങ്ങാൻ ഇയാൾ കിടന്നത്. പക്ഷെ അയാൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ഇപ്പോൾ അയാൾ താഴോട്ട് നോക്കിയപ്പോൾ കാണുന്നത് അയാൾ ഞെട്ടിപ്പോവുകയാണ്. ബിൻസിയെ നട്ടപ്പാതിരയ്ക്ക് കിടക്കയിൽ കാണാനില്ല. സുനിൽ നേരെ എഴുന്നേറ്റ് ആ ഹാളിലോട്ട് പോയപ്പോൾ കാണുന്നത് ബിൻസി ഫോണും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പാവം ഉറക്കം വരാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ഇരുന്നത്. സുനിൽ കരുതിയത് ആ അയൽവാസിയുമായിട്ട് എന്തോ സംസാരിക്കുകയാണോന്നാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിറകെ കൂടി ചെന്നിട്ട് തലയുടെ സൈഡിലായിട്ട് ഒരൊറ്റ വെട്ടാണ്. ആ വെട്ടിൽ ചെവി പകുതി അറന്ന നിലയിലായി. എന്നിട്ടും വിട്ടില്ല. വീണ് കിടന്ന ബിൻസിയുടെ കഴുത്തിലും അയാൾ ആഴത്തിൽ വെട്ടി. ശേഷം ഭാര്യയെ വലിച്ചിഴച്ച് അകത്ത മുറിയിൽ തറയിലൊരു പരമ്പൊക്കെ വിരിച്ച് അവിടെ കൊണ്ട് കിടത്തി മൊത്തത്തിൽ പുതപ്പ് കൊണ്ട് മൂടുകയാണ്. എന്നിട്ട് ഹാളിലെ രക്തം എല്ലാം തുടച്ച ശേഷം ഇയാൾ തിരിച്ചു പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. നേരം വെളുത്തു. പിള്ളേരെ സാധാരണ ഉറക്കം എഴുന്നേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ കൊണ്ടാക്കുന്നതും എല്ലാം സാധാരണ ബിൻസിയാണ് ചെയ്യുന്നത്. എന്നാൽ അന്ന് ആ ജോലി എല്ലാം ചെയ്തത് സുനിലായിരുന്നു. കുട്ടികൾ ഒരു അന്തം വിട്ടു പോവുകയാണ്. കുട്ടികൾ അപ്പോഴും അമ്മയെ തിരക്കുകയാണ്. അമ്മ എവിടെ അച്ഛ, അമ്മ എവിടെ അച്ഛ എന്ന്. ഇയാൾ പറഞ്ഞത് അമ്മ ഭയങ്കരമായിട്ട് പനി പിടിച്ച് അകത്ത മുറിയിൽ മൂടി പൊതിച്ച് കിടക്കുകയാണ്, അമ്മയെ ശല്യപ്പെടുത്തരുതെന്നാണ്. കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടാക്കിയിട്ട് സുനിൽ വഴി കണ്ടവരത്തൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ശേഷം കുറച്ച് അപ്പുറത്തുള്ള ആളൊഴിഞ്ഞ ഒരു വീടിനകത്ത് കയറി ഒളിച്ചിരുന്നു. അയലത്തെ വീട്ടിൽ നിന്നും പഞ്ചസാര കടം വാങ്ങാനായിട്ട് ഒരമ്മ പറഞ്ഞു ഒരു കുട്ടിയെ ബിൻസിയുടെ വീട്ടിലെത്തുകയാണ്. പുതപ്പ് മാറ്റി ആ കുട്ടി അകത്ത് കയറി ബിൻസി കിടക്കുന്ന മുറിയിലെത്തി. ആ പുതപ്പ് അങ്ങോട്ട് മാറ്റിയപ്പോഴാണ് ഈ ചോരയെ കുളിച്ച് കിടക്കുന്ന ദാരുണമായ കാഴ്ച കാണുന്നത്. അത് കണ്ട് പേടിച്ച് വിരണ്ടോടി ആ കുട്ടി നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ചെന്ന് കാര്യം പറഞ്ഞു. ശരിക്കും എല്ലാവരും അവിടെ ഓടി എത്തിയപ്പോൾ ബിൻസി അപ്പോഴും മരിച്ചിട്ടില്ല. ചെറിയൊരു അനക്കമുണ്ട്. നാട്ടുകാരും പോലീസും എത്തി ഉടനെ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും ബിൻസി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചു. സുനിലിനെ മണിക്കൂറുകൾക്കകം തന്നെ ആ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും നേമം പോലീസ് പിടിക്കുകയും ചെയ്തു. പാവം കുട്ടികളിപ്പോൾ മിനിക്കൊപ്പമാണ് താമസം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.